ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ഹരിതചിന്തയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ കിൽത്താൻ ദ്വീപ് സ്വദേശി ഡോക്ടർ നാദിർ ഷാ. എൻ്റെ എല്ലാ പ്രിയ ആകാശവാണി ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നാദിർ ഷാ. ഞാൻ പരിസ്ഥിതി ശാസ്ത്രത്തിൽ വളരെ റീസെൻ്റ് ആയിട്ട് PhD നേടിയിരിക്കുകയാണ്. കേരള കേന്ദ്ര സർവകലാശാലയിൽ നിന്നായിരുന്നു ഞാൻ PhD എടുത്തത്. ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപ് സ്വദേശിയാണ് ഞാൻ. ആദ്യം തന്നെ അറിവും വിജ്ഞാനവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ആകാശവാണിയുടെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചതിന് ഞാൻ കവരത്തി ആകാശവാണി നിലയത്തോട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗ്രീൻ വേവ്സ് എ ജേർണി ടുവേർഡ്സ് സസ്റ്റൈനബിൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇൻ ലക്ഷദ്വീപ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ഭയങ്കര കടുകട്ടിയുള്ള വിഷയമാണ് എന്നൊക്കെ തോന്നും. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിലെ വേസ്റ്റ് നമുക്ക് എങ്ങനെ സുസ്ഥിരമായിട്ട് മാനേജ് ചെയ്യാം അല്ലെങ്കിൽ സംസ്കരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ മാലിന്യം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് മാലിന്യം. പക്ഷെ നമ്മൾക്ക് കറക്റ്റായിട്ട് എന്താണ് മാലിന്യം എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ മാലിന്യം എന്നത് ഒരുപാട് നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും മാലിന്യത്തിൻ്റെ പ്രോപ്പർ നിർവചനം കൊടുത്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ അവരുടെ നിർവചനം അനുസരിച്ച് മാലിന്യം എന്ന് പറയുന്നത് നമുക്ക് അനാവശ്യമായിട്ടുള്ളതോ ഉപയോഗശൂന്യമായ വസ്തുക്കളെയാണ് നമ്മൾ മാലിന്യം എന്ന് പറയുന്നത്. അതായത് അവരുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്: സബ്സ്റ്റൻസസ് ഓർ ഒബ്ജക്ട് വിച്ച് ആർ ഡിസ്കാർഡഡ്, അതായത് ഉപേക്ഷിച്ചതും ഇന്റൻഡ് ടു ബി ഡിസ്കാർഡഡ്, ഉപേക്ഷിക്കാവുന്നതുമായിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ. മാത്രമല്ല ഐ ഡു നോട്ട് ഹാവ് എനി വാല്യൂ ഓർ യൂട്ടിലിറ്റി ടു ദ ഹോൾഡർ, നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ മാലിന്യങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുടിക്കുന്ന മിനറൽ വാട്ടർ, അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബോട്ടിൽ വേസ്റ്റ് ആണ്, അതൊരു മാലിന്യമാണ്, നമ്മളതിനെ പുറന്തള്ളപ്പെടുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഉപകാരമില്ല, പക്ഷേ വേറെ ആൾക്ക് ഉപകാരപ്പെടുന്നുണ്ടാവും. അപ്പം അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ മാലിന്യത്തെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. പല തരത്തിലുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങളെ തരംതിരിക്കുന്നത് അതിനെ പല ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ മാലിന്യങ്ങളെ തരംതിരിക്കുന്നത്. പ്രധാനമായിട്ടും 2 രീതിയിലാണ് മാലിന്യങ്ങളെ തരംതിരിക്കുന്നത്: ഹസാഡസ് വേസ്റ്റ്, അതായത് അപകടകാരികളായ മാലിന്യങ്ങളും നോൺ ഹസാഡസ് വേസ്റ്റും, അത്രയധികം അപകടകരമല്ലാത്ത മാലിന്യങ്ങളും. ഈ ഹസാഡസ് വേസ്റ്റിന് ഒരു എക്സാമ്പിൾ ആണ്, ഒരുപാട് എക്സാമ്പിൾ കാണാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് ബാറ്ററീസ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോണിന്റെ ബാറ്ററി, മറ്റു ബാറ്ററി, അങ്ങനെ ഒരുപാട് ബാറ്ററി നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഹസാഡസ് വേസ്റ്റ് ആയിട്ട് മാറുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ബാറ്ററിക്കകത്ത് ഒരുപാട് ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും വളരെ വിഷം ഉള്ള ലോഹങ്ങളാണ്. ഫോർ എക്സാമ്പിൾ കാഡ്മിയം, അതുപോലെ തന്നെ മെർക്കുറി, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ലോഹങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെയും നമ്മുടെ എൻവയോൺമെന്റിനും പരിസ്ഥിതിക്കും അതുപോലെ തന്നെ നമുക്കും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ഇനി നോൺ ഹസാഡസ് വേസ്റ്റ്, ഈ നോൺ ഹസാഡസ് വേസ്റ്റിനകത്ത് വരുന്നതാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ്. ഫുഡ് വേസ്റ്റ് നമുക്ക് അത്ര പ്രശ്നക്കാരനല്ല, പക്ഷെ എന്നിരുന്നാലും അമൃതമായാൽ അധികം വിഷം എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ അളവ് ഒരു പരിധി വിട്ട് കൂടിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷകരമാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിട്ടുള്ള ആഷ്, ഡസ്റ്റ്, ഗ്ലാസ്, ഫർണിച്ചർ, ക്ലോത്ത്, ഇതെല്ലാം നോൺ ഹസാഡസ് കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇതല്ലാണ്ട് നമുക്ക് വേറെ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് നമുക്ക് അതിൻ്റെ ഘടന അനുസരിച്ച് നമുക്കതിനെ വേസ്റ്റിനെ ഖരമാലിന്യങ്ങളെന്നും ദ്രാവക മാലിന്യങ്ങളെന്നും വാതക മാലിന്യങ്ങളെന്നും വേർതിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലക്ഷദ്വീപിൽ കണ്ടുവരുന്ന ദ്രാവക മാലിന്യങ്ങളും ഖരമാലിന്യത്തെക്കുറിച്ചുമാണ്. നമുക്കറിയാം, നമ്മുടെ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ സമുദ്ര ദ്വീപുകളിൽ ഒന്നാണ്. അതിലൊരു സംശയമില്ല. നമുക്ക് ശാന്തമായ നല്ല കടൽപ്പരപ്പുകളുണ്ട്, വർണ്ണശബളമായ മത്സ്യങ്ങൾ, അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പവിഴപ്പുറ്റുകൾ, അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന അല്ലെങ്കിൽ പ്രകൃതിയെ ആസ്വദിക്കുന്ന എല്ലാവർക്കും ഒരു സ്വർഗം, ഏതൊരാൾക്കും സ്വർഗം തന്നെയാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ കൊച്ചു തുരുത്തിലും മാലിന്യ സംസ്കരണം ഒരു പ്രധാന വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജനസംഖ്യാ വർധനവാണ്. 2011 സെൻസസ് അനുസരിച്ച് ലക്ഷദ്വീപിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 64,473 2001 കണക്ക് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 60,650 ആയിരുന്നു. ഏകദേശം
6.30% വർധനവാണ് ജനസംഖ്യയിൽ ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഫാക്ടറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ടൂറിസത്തിന്റെ വർധനവാണ്. ടൂറിസം എന്നുള്ളത് തികച്ചും ഒരു സ്ഥലത്തിന്റെ പുരോഗമനത്തിന് ആവശ്യമായിട്ടുള്ള അവിഭാജ്യ ഘടകം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ടൂറിസം എന്ന് പറയുന്നത് ഈക്കോ ടൂറിസം ആയിരിക്കണം, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിസ്ഥിതിക്ക് ദോഷം ഒന്നും ഉണ്ടാക്കാത്ത ടൂറിസം ആയിരിക്കണം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. പോയ വർഷം, അതായത് 2023 22,800 ടൂറിസ്റ്റാണ് നമ്മുടെ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് 2021 ഇത് 13,500 ആയിരുന്നു. അപ്പോൾ വർധനവിൽ, ഈ ടൂറിസ്റ്റുകാരുടെ വരവിലുണ്ടായ വർധനവ് പലപ്പോഴും നമുക്ക് ദോഷകരമായി ബാധിച്ചിട്ടുമുണ്ട്. വേറൊരു റീസൺ സ്റ്റഡീസ് കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മുടെ ലക്ഷദ്വീപിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പല സമ്പ്രദായങ്ങളും പലതും നിലവിലുണ്ടെങ്കിലും അതെല്ലാം തന്നെയും ശാശ്വത പരിഹാരമായിട്ട് അങ്ങനെ നിലനിന്ന് പോവുകയാണ്. ഒരൊന്നും പെർമനന്റ് സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരം കാരണങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ലക്ഷദ്വീപിലും ഈ വേസ്റ്റ് അടിഞ്ഞുകൂടാനും. പ്രത്യേകിച്ച് നമ്മുടെ ബീച്ച് സൈഡുകളിൽ നമുക്ക് യാത്ര ചെയ്താൽ കാണാൻ സാധിക്കും, ഒരുപാട് മാലിന്യങ്ങൾ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്നത് കാണാൻ സാധിക്കും. ബീച്ചുകളിൽ മാത്രമല്ല, നമ്മുടെ ബില്ലത്തിലും ഒരുപാട് മാലിന്യങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം ദ്രാവക മാലിന്യത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. NMCG, അതായത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം 2.8 മില്യൺ ലിറ്റർ സീവേജ് മലിനജലമാണ് നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്നത്. രാജ്യത്തിന്റെ മൊത്തം സീവേജ് ജനറേഷൻ എന്നത് 72,368 മില്യൺ ലിറ്റർ പെർ ഡേ ആണ്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ മൊത്തം സീവേജ്, അതായത് സീവേജ് ജനറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷദ്വീപിൽ കുറവാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, മറ്റു യൂണിയൻ ടെറിട്ടറി അപേക്ഷിച്ച് നമ്മൾ പുറന്തള്ളപ്പെടുന്ന ഈ സീവേജ് മലിനജലത്തിന്റെ അളവെന്ന് പറയുന്നത് താരതമ്യേന കുറവാണ്. അതൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലിനജലം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മലിനജലമാണ്. നമുക്കിവിടെ വ്യവസായശാലകളില്ല, വലിയ വലിയ ഫാക്ടറീസ് ഇല്ല, അതുകൊണ്ട് അധികം മലിനജലം പുറന്തള്ളപ്പെടുന്നില്ല. ഇനി നമുക്കൊരു സൊല്യൂഷൻ, ഈ പുറന്തള്ളപ്പെടുന്ന മലിനജലത്തിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ബയോ ടോയ്ലറ്റുകളും ബയോ ഡൈജസ്റ്റേഴ്സുമാണ്. ഇത് DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ് ആണ് ഇത്തരത്തിലുള്ള ടോയ്ലറ്റുകളും അതുപോലെ തന്നെ ഡൈജസ്റ്റേഴ്സും നിർമ്മിക്കപ്പെടുന്നത്. ഇത് വളരെ നൂതനമായിട്ടുള്ള ഒരു ആശയമാണ്. മാത്രമല്ല വളരെ സക്സസ്ഫുൾ ആയിട്ട് പല സ്ഥലങ്ങളിലും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുറന്തള്ളപ്പെടുന്ന മലിനജലത്തിനകത്ത് ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകും. അപ്പോൾ അത് കുടിവെള്ളത്തിൽ കലരുകയും പലതരം രോഗങ്ങൾ കാരണമാവുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് DRDO ബയോ ടോയ്ലറ്റ് ബയോ ഡൈജസ്റ്റേഴ്സ് റെക്കമെൻഡ് ചെയ്തത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവരിത് ഡെവലപ്പ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവർ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശീത പ്രദേശങ്ങളിൽ പോയ സമയത്ത് അവിടെ അവർക്ക് ഈ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല തണുപ്പുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ പലരും ഓപ്പൺ ഡിഫിക്കേഷന് പോവുകയും ആ ഫീക്കൽ വെള്ളത്തിൽ കലർന്ന് പല രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമാണ് അവർ ഈ ബയോ ടോയ്ലറ്റ് അവിടെ നിർമ്മിക്കപ്പെടുകയും അനേറോബിക് ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം അത് വേസ്റ്റൊക്കെ അവർ ഇല്ലാതാക്കുകയും കുറച്ചുകൂടെ നല്ല വെള്ളം അവർക്ക് അതിൽ കുടിക്കാൻ സാധിക്കുകയും ചെയ്തു. അപ്പോൾ അത്രങ്ങനെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ ബയോ ടോയ്ലറ്റ് എങ്കിൽ ബയോ ഡൈജസ്റ്റേഴ്സ് എന്ന് പറയുന്നൊരു ആശയം ഉടലെടുത്തത്. നമ്മളിത് സക്സസ്ഫുള്ളി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും അല്ലെങ്കിൽ റെയിൽവേസിലൊക്കെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട്, ബയോ ടോയ്ലറ്റ്സ്. അതുപോലെ തന്നെ മെട്രോയിലും ഈ ബയോ ടോയ്ലറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഖരമാലിന്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ലക്ഷദ്വീപിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഖരമാലിന്യം ഏകദേശം 18 ടൺ പെർ ഡേ ആണ്. അതിൽ 12 ടൺ നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങളും, അതായത് പ്ലാസ്റ്റിക് പോലുള്ള നോൺ ബയോഡിഗ്രേഡബിൾ മാലിന്യങ്ങളാണ്. ബാക്കി വരുന്ന 6 ടൺ പെർ ഡേ ആണ് ഏകദേശം ജൈവ മാലിന്യങ്ങളുമാണ്. ഏകദേശം 4,686 വേസ്റ്റ് ബിൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഖരമാലിന്യങ്ങളുടെ അളവിൽ വർധനവുണ്ടാവുന്നത് തികച്ചും ആശങ്കാജനകമാണ്. ഖരമാലിന്യങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിപത്തായി മാറിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യമാണ്. എത്ര ക്യാമ്പയിനുകളും നിയമങ്ങളും ഉണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം നിയന്ത്രിക്കാൻ നമുക്ക് ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത തിങ്കളാഴ്ച രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം. ഇന്നത്തെ ഹരിതചിന്തയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ പരിസ്ഥിതി ശാസ്ത്ര വിഭാഗത്തിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ കിൽത്താൻ ദ്വീപ് സ്വദേശി ഡോക്ടർ നാദിർ ഷാ.
ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഷർഫുനിസ പുളിനകീൽ. ഏവർക്കും നന്ദി, നമസ്കാരം.